ശരി, എത്ര പോയിന്റ് ഉണ്ട് കോഴിക്കോടിന്? 901. കൊല്ലത്തിനോ? കൊല്ലം 860. അവിടെ ഇരിക്കും. അപ്പം 901 പോയിന്റുമായി കോഴിക്കോടാണ് ഒന്നാമത് നിൽക്കുന്നത്. ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ കണ്ണൂർ രണ്ടാമത്. എത്രയാണ്? 4 പോയിന്റ് വ്യത്യാസത്തിൽ കണ്ണൂർ തൊട്ടു പുറകിലുണ്ട്. പാലക്കാട് 893 പോയിന്റ്. അപ്പോൾ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് തീർന്നില്ല. തൃശൂർ 875 പോയിന്റ്. ശരി, ഇഞ്ചോടിഞ്ച് മത്സരം. ഇന്നിനി ബാക്കിയുള്ളത് 10 മത്സരങ്ങളാണ്. 10 മത്സര ഇനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും ഇന്നൊരു ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഒരു തീരുമാനമാവുമോ? ഇല്ല. പിന്നെ എത്ര മണിയാവും? ഇത്തരത്തിൽ ടൈറ്റ് ആവുന്ന ഒരു സമയത്ത് പല കലോത്സവങ്ങളിലും സംഭവിച്ചിട്ടുള്ളത് സമാപന സമ്മേളനത്തിന്റെ ആ സമയത്തായിരിക്കും പലപ്പോഴും സർപ്രൈസ് ആയിട്ടൊക്കെ പോയിന്റ് ഡിക്ലെയർ ചെയ്യുന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതും പ്രതീക്ഷിക്കാം. പക്ഷേ കൊല്ലത്തെ കലോത്സവത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തിയായിരുന്നു. ആദ്യത്തെ ദിവസം മഴ പെയ്തത് കൊണ്ട് മാത്രമാണ് മത്സരങ്ങൾ അല്പം മുന്നോട്ട് പോയത്. പക്ഷേ ബാക്കി എല്ലാ ദിവസങ്ങളിലും കൃത്യസമയത്ത് മത്സരം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ സംഘാടകർ. ആ രീതിയിൽ മികച്ചൊരു ക്രമീകരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും സമാപന സമ്മേളനമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ആരായിരിക്കും ചാമ്പ്യൻ എന്ന് നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും കോഴിക്കോട് ആവേശത്തിലാണ്. കണ്ണൂർ പക്ഷേ വിട്ടുകൊടുക്കാൻ ഭാവമില്ലെന്ന മട്ടിൽ തൊട്ടുപുറകിലുണ്ട്. ഫോട്ടോ ഫിനിഷിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് സാധ്യത ഇല്ലാതില്ല. ഫോട്ടോ ഫിനിഷിലേക്കും കാര്യങ്ങൾ പോയേക്കാം. കാരണം ഇന്ന് എത്ര ഇനങ്ങളിലാണ് മത്സരം? 20ഓട് അടുത്ത ഇനങ്ങളിൽ ഇന്ന് ശരി, 10 ഇനങ്ങളുടെ പോയിന്റ് എന്ന് പറയുന്നത് കോഴിക്കോടിനും കണ്ണൂരിനും പാലക്കാടിനും വളരെ നിർണായകമാണ്. വളരെ നിർണായകമായതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കാം. അവസാന മത്സരത്തിന്റെ പോയിന്റ് വരെ കാത്തിരിക്കാം. ഏതായാലും കലോത്സവ നഗരിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ 4-5 ദിവസമായി പ്രേക്ഷകരെ ഞങ്ങളിങ്ങനെ ആശ്രമ മൈതാനത്തിലൂടെ ഇങ്ങനെ കറക്കി നടത്തുകയായിരുന്നു. ഏതായാലും ഈ യാത്ര ഇന്നിവിടെ അവസാനിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. അതെ, നാളെ മുതൽ എന്തു ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയും ദിവസം ഈ ഡാൻസും പാട്ടും മേളവും ഒക്കെയായി ആഘോഷമായിരുന്നു. ഒരു ഉത്സവപ്പറമ്പിൽ നിൽക്കുന്നവരെയായിരുന്നു. പ്രേക്ഷകരും ആ ഫീലിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളിലേക്ക് എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഘോഷ കാഴ്ചകളിൽ നിന്ന് ഇപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോൾ ഇതൊന്നുമില്ല. വേദി 2 സംഘനൃത്തവും ഇല്ല, വേദി 1 തിരുവാതിരയില്ല. അതാണ് നാളത്തെ സ്ഥിതി. നാളെ തൊട്ട് ഞാൻ വീണ്ടും ഈ കാവ്യനെ വിനിഷേനെ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കേണ്ടി വരും. അതാണ് നമ്മുടെയൊക്കെ ഗതികേട്. ശരി, നമുക്ക് ഞാൻ പിന്നെ മറുപടി തരാം. ഇപ്പൊ എന്തായാലും നമ്മൾ മാത്രം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നാ മതിയോ? നോക്കൂ, രാവിലെ വേദിയൊക്കെ ഉണരുന്നതിന് മുൻപ് തന്നെ ഇവിടെ എത്ര പേരാണ് വന്ന് കാത്തിരിക്കുന്നതെന്ന് നോക്കിയേ. ഇവരെല്ലാവരും ഈ കലോത്സവം കഴിയുന്നതിന്റെ വിഷമത്തിലും ഒക്കെ ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയാണോ? ഗുഡ് മോർണിംഗ്, വെരി മോർണിംഗ്. എന്താ ഇപ്പൊ രാവിലെ എന്താ വെറുതെ ഇങ്ങനെ വന്ന ഈ പരിപാടികളൊക്കെ ഇന്ന് അവസാന ദിവസം അല്ലയോ? ഞങ്ങള് ഒന്ന് ഇതിന്റെ ആർക്കാണ് നമ്മളെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത്, ഏത് ജില്ലക്കാണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു കൂടി വിശകലനം ചെയ്യുകയായിരുന്നോ? ഇന്നൊരു ചർച്ചയിൽ എന്താ തീരുമാനമായത്? കോഴിക്കോട് എന്ന് പറയുന്നത് കോഴിക്കോട് കൊടുക്കുവോ? മുന്നിലാണ് കണ്ണൂരിനേക്കാൾ. കോഴിക്കോടാണ്, 4 പോയിന്റ് പുറകിൽ കണ്ണൂരുണ്ട്. ഉണ്ടാ, എന്നാ കുഴപ്പമില്ല. നമുക്ക് കൊള്ളക്കാർക്കില്ല. നമുക്ക് സന്തോഷം. ആരായാലും സന്തോഷം. തെരഞ്ഞെടുക്കപ്പെടുന്നവര് അവകാശപ്പെട്ടവർ അവരെ അംഗീകരിക്കപ്പെടുന്നു. അത്രേ ഉള്ളൂ. മത്സരങ്ങളൊക്കെ കണ്ടു. നല്ല പൂരം പോലെ ഇരുന്നു. പൂരം പോലെയായിരുന്നു. ഒരു സങ്കടമുണ്ടോ? സങ്കടമില്ല. അല്ല, കഴിഞ്ഞു പോകുമ്പോ സങ്കടമുണ്ട്. നല്ലതായിരുന്നു. 4 ദിവസം നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. എല്ലാ ദിവസവും വന്നായിരുന്നു. അല്ല, നിങ്ങളൊക്കെ ഈ കലോത്സവം ആയതുകൊണ്ട് ഇവിടെ വരുന്നതാണോ? അതോ എല്ലാ ദിവസവും ഈ മൈതാനത്ത് രാവിലെ ഒരു വാക്കിംഗ് നടത്തിയിട്ട് പോകുന്ന ആൾക്കാരാണ്. മൊത്തം കറങ്ങുവോ? ഒരു സന്തോഷം അല്ലേ? എല്ലാ ദിവസവും ഈ സമയത്ത് ഇവരെയൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു വിഷമോ അല്ലേ? പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരുന്നു മത്സരങ്ങളൊക്കെ കണ്ടിട്ട്? കുച്ചിപ്പുടി ആയാലും ഭരതനാട്യം നല്ലായിരുന്നു. ഒരുപാട് ആളെയൊക്കെ കണ്ടു. ഒരുപാട് ആൾക്കാരായിരുന്നു. എന്തുവായിരുന്നു ഈ കൊല്ലം പൂരം അതിനേക്കായി കൂടുതൽ ആൾക്കാരായിരുന്നു. എന്തോ പറയാനുണ്ട്? കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. പിള്ളേരുടെ കളിയൊക്കെ കൊള്ളായിരുന്നു. പഴയ കൂട്ടുകാരെ കണ്ടോ? കണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കണ്ണൂർ കൊണ്ടുപോകുന്നതാണ് ഡെഫിനറ്റ്ലി. പക്ഷേ ഇപ്പോൾ 4 പോയിന്റ് മുന്നിൽ കോഴിക്കോടാണ്. കണ്ണൂർ കൊണ്ടുപോകും. കണ്ണൂർ അടിക്കും. അപ്പോൾ ചോദിക്ക് എപ്പോ വന്നു? നമ്മള് രാവിലെ നടക്കാൻ പറ്റും. ഇന്നിനി ഈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞേ പോകുന്നുള്ളൂ? ഇല്ല, നമ്മൾ പോയിട്ട് നമ്മൾ അടുത്താണ്. നമ്മൾ വരും. ഇന്ന് സമാപന സമ്മേളനത്തിൽ ആരാണ് മുഖ്യ അതിഥി എന്നറിയാമോ? മമ്മൂക്കയാണ് മുഖ്യാതിഥി. മമ്മൂക്കയെ കൊല്ലത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ. അപ്പൊ മമ്മൂക്കയെ നമ്മൾ കൊല്ലത്തേക്ക് ഒന്ന് കൈയടിച്ച് സ്വാഗതം ചെയ്തേ. അതാണ്.
അപ്പോ എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം? നല്ലതായിരുന്നു നല്ല അഭിപ്രായവും നല്ലതായിരുന്നു. ആണല്ലേ? ശരി. എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയാണോ? എന്തൊക്കെ കാര്യങ്ങൾ രാവിലെ വന്ന് പറയും? രാവിലെ ഞങ്ങൾ സകല കാര്യങ്ങളും പറയും. ലോകാര്യം മൊത്തം ഇവിടെ ചർച്ച ചെയ്യും എല്ലാ ദിവസവും. എന്റെ പൊന്നെ, അതിനല്ലേ ഞങ്ങൾ 10-12 പേരൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ വാക്കിംഗ് ബേർഡ്സ് എന്നാണ് ഞങ്ങളെ. വാക്കിംഗ് ബേർഡ്സ്. ഞങ്ങൾക്ക് 15 കൊല്ലത്തിന് ശേഷം ഇവിടെ കൊല്ലം മാമാക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. നമ്മൾ കൊല്ലം അടിച്ചു കയറുമെന്ന് വിചാരിച്ചായിരുന്നു. എന്നാലും കോഴിക്കോടും കണ്ണൂരും കട്ടക്കട്ടയ്ക്കാണ്. ആരടിക്കുമെന്ന് വെച്ചാൽ കോഴിക്കോട് ഉണ്ടോ? കണ്ണൂർ തൊട്ട് പുറകിലുണ്ടെങ്കിലും കണ്ണൂർ ആഗ്രഹമുണ്ട്, കൊല്ലമുണ്ട്. എന്നാലും നല്ല ഫൈറ്റ് നടക്കുന്നത് കോഴിക്കോടാണ്. അവരെല്ലാം മുൻചത്തിയുള്ള പരിപാടികളായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഈ കൊല്ലത്തിന്റെ മാമാ തൃശ്ശൂർ പൂരം നടന്ന മൈതാനത്ത് നടക്കുന്ന ഫസ്റ്റ് നല്ല നടനായ മമ്മൂട്ടി ദാണ്ട വൈകുന്നേരത്ത് എത്തിക്കൊള്ളുന്നു. അപ്പം ജനലൊക്കെ കാണാൻ വരണ്ടേ? മമ്മൂട്ടി നമ്മുടെ ആശയാണല്ലോ, നമ്മൾ കാണുമല്ലോ. അങ്ങനെ നമ്മൾ ഈ രാജ്യത്ത് നല്ല പ്രോഗ്രാം കാഴ്ച വെച്ച് ഇനി 10-15 കൊല്ലം കഴിയലൂടെ വരാൻ. അതുകൊണ്ട് ഈ കിട്ടുന്നവർക്കും എല്ലാവർക്കും, നിങ്ങളുടെ ചാനലുകാർക്കും സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും ഈ സംഘാടകർക്കും എല്ലാം ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ 2 പാട്ട് പാടാൻ നമ്മുടെ കൊല്ലം ശാംബശിവല്ലേ, ശാംബശിവന്റെ പഴയ ഒരു ഗായകൻ കൂടിയാണ് ഇദ്ദേഹം. ചന്ദ്രൻ. അദ്ദേഹത്തിന് 2 ചന്ദ്രൻ ചേട്ടാ, ചന്ദ്രൻ ചേട്ടൻ കസേര എടുത്തേ. അവിടെ കസേരയുടെ അണ്ണ നിന്ന് പറഞ്ഞു, ഞാൻ നിൽക്കാം. പിന്നെ അല്ല, ഇങ്ങ് വാ ഇങ്ങോട്ട്. ഒരു രണ്ട് വരി. 2 വരില്ല, നമ്മളെ സാമ്പശിവന്റെ 2 വരി പറ. നമ്മുടെ ഈ കൊല്ലം ജില്ല എന്ന് പറയുന്നത് 80-90 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ കൊല്ലത്ത് എല്ലാ കലകളുടെയും ഒരു നാടായിരുന്നു. കഥാപ്രസംഗം, പിന്നെ ഡാൻസ്, നാടകം എന്നിങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എടുത്തു പറയേണ്ടത് നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രിയങ്കരനായ കാതികൻ ശ്രീ വി സാംബശിവൻ്റെ ആണ്. കാരണം കലയെ, അതായത് കഥാപ്രസംഗത്തിനെ അത്ര ജനകീയമാക്കിയൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ കഥാപ്രസംഗം പഠിച്ചു, അന്ന് കഥ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പറയാം. 80-81 കാലഘട്ടത്തിൽ അന്ന് ഈ കഥാപ്രസംഗ രംഗത്ത് വന്നപ്പോൾ അതേ ഒരു കഥ പറഞ്ഞിരുന്നു, അനീഷ്യ. അന്നത്തെ ജനങ്ങളെല്ലാം ചോദിച്ചാൽ ആ കഥ കേട്ട് കഴിയുമ്പോൾ അവരുടെ ചുണ്ടിൽ പറയും, പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണ് അനീഷ്യ. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണ് അനീഷ്യ. ആ അനീഷ്യ എന്ന കഥ, അതായത് വിശ്വസാഹിത്യ രംഗത്ത്, റഷ്യയിൽ നിന്ന് വിശ്വസാഹിത്യ രംഗത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന കഥയാണ് സാംബശിവൻ പറയുന്നത്. റഷ്യൻ സാഹിത്യകാരനായ ശ്രീ ടോൾസ്റ്റോയുടെ ദി പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന കഥ മലയാളത്തിൽ ആവിഷ്കരിച്ച കഥയാണ് ഏതാണ് അനീഷ്യ. ഈ അനീഷ്യ ഒരു സുന്ദരിയായ ഒരു കഥാപാത്രമായ, അദ്ദേഹം 50 കഥകൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥകളിൽ എല്ലാ നായികമാരുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും സുന്ദരിയായ നായിക ആരെന്ന് ചോദിച്ചാൽ പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണ് അനീഷ്യ. അദ്ദേഹം വിവാഹം കഴിച്ചിരുന്ന ഒരു വയസ്സനാണ്, പ്രായമുള്ളവരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യയാണ് അനീഷ്യ. അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു മോളുണ്ടായിരുന്നു. ആദ്യ ഭാര്യകൾ വൃദ്ധകാന്തൻ കുലീനെന്ന പെൺകൊടി, കാമദേവൻ കടഞ്ഞ രൂപണാഗ്രഹത്തിൽ വളർന്നവൾ, പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണ് അനീഷ്യ. അനീഷ്യ വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനങ്ങ് അസുഖക്കാരനായി. കാരണം വയസ്സനായില്ലയോ. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികം അയാളെ കിടപ്പായി. പക്ഷെ അദ്ദേഹത്തിനെ നോക്കാനായിട്ട് അവിടെ ഒരു വേലക്കാരനെ വെച്ചു, മനസ്സിലായില്ലേ. ആ ഒരു വേലക്കാരനെ അവളുമായിട്ട് അങ്ങനെ ഇന്നിപ്പോൾ അവൾക്ക് ആ ഒരു സ്നേഹം തോന്നി അദ്ദേഹത്തിനോട്. അങ്ങനെ അവൾ ആ ഭാര്യ പദവി മാറി ഒരു കാമുകി എന്ന ലെവലിലായിപ്പോയി, മനസ്സിലായില്ലേ. അങ്ങനെ അവൾ വന്നിട്ട്, കാമുകിയാണെന്ന അനീഷ്യ നിഹിതൻ സ്വാമിജിയല്ലവൾ ഭൃത്യനല്ല, കാമിനിയാണെന്ന അനീഷ്യ നിഹിതൻ സ്വാമിജിയല്ല ഭൃത്യനല്ല, സ്വാമിജിയല്ലവൾ ആയുവ കോമള സുന്ദര സങ്കൽപ്പ
റാണിയല്ലോ കാമുകിയാണെന്ന നീഷ നിഹിതൻ സ്വാമിജിയല്ല ഭൃത്യനല്ല. ആ മനുഷ്യൻ ആ റൂമിൽ കിടന്നുകൊണ്ട് വിളിക്കുകയാണ്. അവളെ കാണാൻ കിട്ടുന്നില്ല. ഇപ്പോൾ അവൾക്ക് അവൾക്ക് വേണ്ട. അയാൾ അവിടുന്ന് കെഞ്ചിയാണ്. കാണാൻ കൊതിച്ചയാൾ കേളുമെന്നാലും കാണാൻ ലഭിക്കാറിൽ ഓമലാളെ. കാണാൻ കൊതിച്ചയാൾ കേണിരുന്നാലും കാണാൻ ലഭിക്കാറിൽ ഓമലാളെ. കാമുകിയാണെന്ന നീഷ നിഹിതൻ സ്വാമിജിയല്ല ഭൃത്യനല്ല. ആ ഗംഭീരം പൊളിച്ചടുക്കി. പിന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ കയറി പറയാൻ തോന്നിയായിരുന്നു. പിന്നെ ഞാൻ പറയും, ഈ അവസരം കിട്ടിയാൽ ഞാൻ കഥ പറയും. അതിലൊന്നും കാര്യമൊന്നുമില്ല. അല്ല, ഇവര് ഗംഭീര ടീമാട്ടോ. അദ്ദേഹം അവിടെ നിന്ന് കഥാപ്രസംഗം ഇവർ ഓരോരുത്തരും പുറകെ നിന്ന് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ തീർച്ചയായും ഓ, ഇതാണോ ചേച്ചി? സ്വന്തം ഭാര്യയാണ്. അപ്പൊ ചേട്ടന്റെ സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു? കൊറേ കേട്ടതല്ലേ, കൊറേ കേട്ടതല്ലേ? വീട്ടിൽ തന്നെ വന്നോ? അല്ല, കഥാപ്രസംഗം സ്വന്തം അനുഭവം പറഞ്ഞേ. വീട്ടിൽ ഇതുപോലെ കഥയൊക്കെ പറയോ? പറയും. കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ടതാണോ? അല്ല 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 അല്ല, ചേട്ടൻ കുറച്ചൊന്ന് സൈലന്റ് ആയോ? ചേച്ചി വന്നപ്പോ സൈലന്റ് ആയോ? ബാ ഇങ്ങോട്ട് വാ. ഞാൻ എന്തോ പറയുന്നത് ആണല്ലേ? എന്നാ ചേച്ചിക്ക് സ്ഥിരമായിട്ട് പാടി കൊടുക്കുന്ന ഇന്ന് എന്തേ ഒരു ഏത് പാട്ടാണ് ചേച്ചിക്ക്? എല്ലാ പാട്ടും ഇഷ്ടം. പ്രാണസഖി 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 ഞാൻ വെറുമൂർ പാമരനാം പാട്ടുകാരൻ ഗാനലോക വീതികളിൽ വേണുവൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. അടിപൊളി അടിപൊളി. എല്ലാ ദിവസവും പാട്ട് കേൾക്കാറുണ്ടല്ലേ? ചേച്ചിക്ക് ഈ പാട്ട് ചേട്ടൻ പാടുന്നതാണോ ഏറ്റവും ഇഷ്ടം? ഈ പാട്ട് തന്നെയാണോ ഇഷ്ടം? ആണല്ലേ? ചേച്ചി പാടുവോ? ഇല്ല. പാട്ട് പഠിക്കുന്നുണ്ടോ? ആണോ? ചേച്ചിയാ പഠിപ്പിക്കാൻ കൊണ്ടുവന്നു. ചേച്ചിയാ ആണോ? പഠിപ്പിക്കാൻ കൊണ്ടുവന്നു. ആണോ? എവിടെയത്? ചേച്ചി ഇങ്ങ് വരൂ, ഇവിടെ വരൂ. ടീച്ചറാണ്. അപ്പൊ ടീച്ചർ പറയൂ. കഴിഞ്ഞ പാട്ടുകൂട്ടത്തെ കുറിച്ച് നല്ല പാട്ടുകൂട്ടമാണ്. എന്നും വൈകുന്നേരം ആഴ്ച 2 ദിവസം വൈകുന്നേരം ഇവർ വൈകിട്ട് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. എല്ലാ ഏജിലുള്ളവരും അവിടെ പാടാൻ ചെല്ലും. ആ പാട്ട് സഭ അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് മുന്നോട്ട്. ഇവരെല്ലാവരും ഒരാൾ പോലും മുടങ്ങത്തില്ല. അത് പലർക്കും ജോലിയുള്ളവർ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടി അവരെല്ലാവരും കൂടെ കൂടി പാട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ചെറിയ ചെറിയ പ്രോഗ്രാംസ് എല്ലാം കല്യാണത്തിനൊക്കെ പോയി അവർ ചെറിയ കരോക്കോ ഗാനമേളയൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്ത് അയ്യപ്പൻ്റെ രണ്ടുപേരും പാടാം. ആണോ? ഭാര്യയും ഭർത്താവും ഗൾഫിലായിരുന്നു, ദുബൈയിലായിരുന്നു. അവര് വന്നു, ഇപ്പൊ വന്നു. ഒരു നല്ല എന്റർടൈൻമെന്റ് പ്രതീക്ഷിതമായി ലഭിച്ചതാണെങ്കിലേ, ചില്ലറക്കാരൊന്നും അല്ല. അവര് ഫാമിലിയോട് പാട്ടുകാരാ. അവര് പാട്ട് മറ്റേ ലതിയുണ്ടല്ലോ, ലതിയുടെ ഒരു ബ്രദറാ. അപ്പൊ ഒരു പാട്ടുകൂടെ പാടിയാലോ? അല്ല, അയ്യപ്പൻ്റെ ഒരു പാട്ടോടാ. എന്നാലും ഇത് മാരവളക്കല്ലേ. കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു, കരിമല കയറ്റവും ഞാൻ മറന്നു. കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു, കരിമല കയറ്റവും ഞാൻ മറന്നു. വലിയാനവട്ടവും ചെറിയാനവട്ടവും വന്നതും പോയതും ഞാൻ മറന്നു. കരിമുകിൽ കാട്ടിൽ ഞാൻ മറന്നു. കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു, കരിമല കയറ്റവും ഞാൻ മറന്നു. അടിപൊളി. ഇനി ഈ എനർജിയിലാണ് ഗുഡ് മോർണിംഗ് കേരളം. അതെ, ഇനി പോകുന്നത്. അതെ.
അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. കൈരളി ചാനലിന് ആ. എല്ലാവിധ ഓ ആശംസകളും. താങ്ക് യു.